ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 6:30. അതിരാവിലെ തന്നെ എണീറ്റ് പാക്കൊക്കെ ചെയ്ത് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. സ്ഥലം എവിടെയാന്നുള്ളത് ചിലപ്പോൾ ക്യാപ്ഷനിൽ ഉണ്ടാവും, പക്ഷെ എന്നാലും അവിടെ എത്തുമ്പോൾ കാണാം. നമ്മളിപ്പോൾ ഓൺ ദ വേ, ആക്ച്വലി ഇപ്പം എൻ്റെ വണ്ടിയിലുള്ള കിയ സെൽറ്റോസ്, പക്ഷേ ഓൺ ദ വേ വി ആർ ഗോണ ചേഞ്ച്. ഞങ്ങൾ EV-ലോട്ട് മാറുവാണ്. അപ്പം അതുകൊണ്ടൊരു കൊല്ലത്ത് ചെറിയ സ്റ്റോപ്പ് ഉണ്ട്. സോ അതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ. ബൈ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാറ് കൊല്ലത്ത് ഇറങ്ങി, കാറ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പം നമ്മളിപ്പം EV-യിലാണ്. ഞാൻ കൊല്ലം വരെ വണ്ടി ഓടിച്ചു. പിന്നെ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ, സോ എനിക്ക് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര ടയർഡായി. സോ ഐ വാസ് സ്ലീപ്പിംഗ് ഓൾ ദിസ് വൈൽ. നമ്മൾ ഏകദേശം അടൂരെത്തി. ആൻഡ് ആസ് ഓഫ് നൗ എൻ്റെ ഹബീബിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് ഇനിയും ഉണ്ട് ഒരു എത്ര മണി, 4.5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് ടു ആർ ലൊക്കേഷൻ ഞാൻ പറയത്തില്ല, എത്തിയതിനു ശേഷം പറയാം. ഓക്കെ. ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല, പക്ഷേ ഡേ ടൈം പേഴ്സണേ അല്ലാത്തൊരു വ്യക്തി നമ്മുടെ കൂടെ കാറിൽ ഈ ജേർണിയിൽ നമ്മളിവിടെ ഉണ്ട്. മീറ്റ് മിസ് ബെല്ല. നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. അവള് ഉറക്കത്തിലാണ്. ഇത്രയും നേരം ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷി വാസ് ട്രൈങ് ടു ഫൈൻഡ് എങ്ങനെയെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ നോക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ഐ തിങ്ക് ഷീ ഈസ് നൗ സെറ്റിൽഡ്. അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് മാഡം. നമ്മളിപ്പം തൊടുപുഴ എത്തി. ചെറിയൊരു ചാർജിങ് സ്റ്റോപ്പ്. അപ്പം കുറച്ച് ചാർജ് ചെയ്യണം. ഇപ്പം 40% ചാർജ് ഉണ്ട്. സോ ഐ തിങ്ക് ഇപ്പോൾ ഒരിക്കൽ ചാർജ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഇനഫ്. നാളെ പിന്നെ ചെയ്താൽ മതിയാവും. പിന്നെ ഒരു ചെറിയ ഫുഡ് അടിയും കൂടി. ബെല്ല മാഡം ഇസ് ചെക്കിങ് എന്താണ് പുറകിൽ ചാർജിങ് എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഇവിടെ തന്നെ ഇതൊരു ഹോട്ടലിൻ്റെ സൈഡിലാണ് അവർ ചാർജിങ് ഉള്ളത്. അപ്പം വി തോട്ട് ചാർജ് ചെയ്തിട്ട് ഫുഡ് അടിക്കാം. കാരണം സമയം ഇപ്പോൾ 1:15. ഇപ്പോൾ ഫുഡ് അടിച്ചിട്ട് വീൽ കം ബാക്ക്. ബെല്ല അപ്പോഴത്തേക്കും കാറിൽ കുറച്ച് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ ബെല്ല? അങ്ങനെ വേഗം ചാർജൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയും ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കാലിയാക്കി. ആൻഡ് ബൈ ദ ടൈം വി വെർ ഡൺ, ചാർജിങ്ങും ഫുള്ളായി. ആൻഡ് വൺസ് അഗൈൻ ബാക്ക് ടു ഡ്രൈവിംഗ്. കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സീനറി മൊത്തത്തിൽ അങ്ങ് മാറി. മൊത്തം ഒരു പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയും നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു. പിന്നെ പയ്യെ പയ്യെ ചൂടൊക്കെ മാറി ഇച്ചിരി ഒരു തണുപ്പും ഒരു മഴക്കാറും ഒക്കെ ആയിരുന്നു ബാക്കിയുള്ള യാത്രയിൽ.
നമ്മുടെ ബിസി ഹെക്ടിക് 9 to 5 ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നല്ല പോലെ ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലേ. അടുത്ത ദിവസം ഒത്തിരി നേരത്തെ ഒന്നും എണീറ്റില്ല, പക്ഷെ എന്നാലും നേരത്തെ എണീറ്റ് അടുത്തുള്ള സ്ട്രീമിലൊക്കെ ഒരു കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഇറങ്ങി. നമ്മുടെ സ്റ്റേ അവരെന്നെ അറേഞ്ച് ചെയ്തിരുന്ന ഒരു ജീപ്പ് സഫാരി, ഒരു അടിപൊളി ജീപ്പ് സഫാരി ആയിരുന്നു കേട്ടോ. മാക്സിമം കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും എല്ലാം ഒരു 30 ഡിഗ്രിയാണ്. ചെരിവാണ് കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും ഉണ്ട്. പിന്നെ വളവുകളില്ല, കുഴികളില്ല. കൊച്ചി ഏറ്റവും എളുപ്പത്തിൽ പോകാനുള്ള വഴിയാണ്. നല്ല എരിവുണ്ടല്ലേ. കവർ നിൽക്കുന്ന സഫാരി നീളെ മാങ്കുളത്തിൻ്റെ വിശേഷങ്ങളും ഇന്നും കാടിനെ വിശ്വസിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥകളും കേട്ട് മാങ്കുളത്തിൻ്റെ മലകളിലൂടെ ഞങ്ങളും സഞ്ചരിച്ചു ജീപ്പിലൂടെ. അതിനകത്ത് കപ്പ നിറച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഒരെണ്ണത്തിനകത്ത് ചിക്കൻ നിറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. കാടിൻ്റെ നടുക്ക് മുളയിലുണ്ടാക്കിയ നല്ല ചൂട് കപ്പിയും ചിക്കൻ കറിയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചൂട് കട്ടൻ കാപ്പിയും. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ കട്ടൻ കാപ്പിക്ക്. ആ മുളയിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഇത് എപ്പോഴും അവിടെ ഉണ്ടാവണം എന്നില്ല. നമ്മളിതൊരു ജീപ്പ് സഫാരിയിൽ നമ്മൾ ഓഫ് റോഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ കാണുന്ന ഒരു സീനായിരിക്കും. അപ്പോൾ കണ്ടാൽ ഉറപ്പായും ട്രൈ ചെയ്യുക. ആൻഡ് ഞാൻ ഈ ജീപ്പ് സഫാരിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം പുള്ളി ഇവിടെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഞാനിത് ആദ്യമായിട്ടാട്ടോ മാങ്കുളം വിസിറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മാങ്കുളത്തിൻ്റെ ബ്യൂട്ടിയും. എവിടെ നോക്കിയാലും വാട്ടർഫോൾസും. മേ ബി ഒരു മഴ സീസണൊക്കെ തുടങ്ങുന്ന സമയം ഞങ്ങൾ പോയത് കൊണ്ടായിരിക്കണം, നല്ല വാട്ടർഫോൾസ് ആയിരുന്നു. ഒത്തിരി ഫ്ലഡഡ് അല്ലെങ്കിൽ പോലും നല്ല വാട്ടർഫോൾസ് ആയിരുന്നു. കുറേ വാട്ടർഫോൾസും സ്ട്രീംസും ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് ആനക്കുളം. ഐ തിങ്ക് കുറേ പേര് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഒരു ഏരിയയിൽ ലോഡ് ഓഫ് ആനാസ് വന്ന് കുളിക്കുന്ന ഒരു സ്പോട്ടാണ്.
പക്ഷെ ഞങ്ങളിപ്പോൾ അറിഞ്ഞത് ആനകൾ കുളിക്കാനല്ല, കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആനയ്ക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഡ്രൈവറിനോട്, ഞങ്ങളുടെ ജീപ്പ് സഫാരി ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്, ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ് സീംസ് ഇതിൻ്റെ നടുക്ക് എവിടെയോ ഒരു സ്ഥലത്ത് ഒരു സ്പ്രിങ് പോലെ ഇച്ചിരി സോൾട്ട് കണ്ടൻറ്റ് ഉള്ള ഒരു വെള്ളമുണ്ട്. അപ്പം ആനകൾക്ക് ഭയങ്കര ഒരു സെൻസ് ഉള്ളത് കാരണം അവർ തപ്പി കണ്ടുപിടിച്ച് അത് കുടിക്കാനായിട്ടാണ് ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ ആക്ച്വലി ദാറ്റ് മേക്സ് സെൻസ് റൈറ്റ്. ഇത്രയും ആനകളും കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ വരണമെങ്കിൽ എന്തോ കാര്യം ഉണ്ടാവില്ലേ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. വേണ്ടി നമുക്ക് പ്രത്യേകം സർവീസ് നടത്തുന്ന ചേട്ടന്. ചേട്ടൻ്റെ പേരെന്താ? ജിബി. അപ്പൊ ചേട്ടനല്ല, ജിബി ബ്രോയാണ്. ഇവിടെ നടത്തിയിരിക്കുന്നുണ്ട്, എല്ലാ നേരം നനയുന്നു. എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ ആ ക്യാമറ നനഞ്ഞ. ആൻഡ് വാട്ട് ബെറ്റർ വേ ടു എൻഡ് എ ട്രിപ്പ്. ഞങ്ങൾ ഈ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോഴേ ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു, അയ്യോ നല്ല വെയിലാണല്ലോ, കറക്റ്റ് ഉച്ച സമയത്താണല്ലോ ഞങ്ങളിവിടെ എത്തിയത്, മിക്കവാറും വെയിൽ കൊണ്ട് കരിയും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ആ റാഫ്റ്റിലോട്ട് കാലെടുത്ത് വെച്ചതും ലൈറ്റായിട്ടൊന്ന് മഴ ചാറി തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബാംബു ഡ്രാഫ്റ്റിൻ്റെ എന്താ പറയുക സാരഥി, പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചു മഴയല്ലേ കുഴപ്പമുണ്ടോ, അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു മഴയല്ലേ കുഴപ്പമുണ്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്തത് കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര മഴയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു ഈ ബാംബു റാഫ്റ്റിംഗ്.